ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ ചൊല്ലി പാർലമെന്റിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ അദ്ദേഹം സഭയിൽ മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മൺസൂൺ സമ്മേളനം തുടങ്ങിയതു മുതൽ തുടരുന്ന ഈ സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിലേക്കുള്ള ഒരു വഴിയൊരുക്കുന്നതാകാം ഈ നീക്കമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ നേരിട്ട് കൊണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കേവലം ഒരു പ്രസ്താവന മാത്രമല്ല, വിശദമായ ചർച്ചയ്ക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ കാര്യത്തിനും അക്കമിട്ടുള്ള ഒരു മറുപടി നൽകാനും സർക്കാർ തയ്യാറാണെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറയുന്നത്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകാൻ ഞങ്ങൾ സജ്ജരാണ്. അമിത്ഷാ പാർലമെന്റിലേക്ക് എത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇറങ്ങി ഓടരുത് എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ചില കമന്റുകൾ വരുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഈ പാർലമെന്റിൽ മോദിയും അമിത്ഷായും ഇല്ലാത്ത സമയത്ത് ഇരുന്ന് വലിയ ഷോ കാണിക്കും. മോദിയുടെയും അമിത്ഷായുടെയും തല കാണുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് സ്കൂട്ടാവുന്ന ഒരു നീക്കം എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ കാണുമ്പോൾ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കാണുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് ഇറങ്ങി ഓടരുതെന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല കമന്റുകൾ വരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അതിന് ശക്തമായ മറുപടി നൽകുമെന്നും അത് താങ്ങാനുള്ള കരുത്ത് രാഹുലിന് ഉണ്ടാകണമെന്നാണ് റിജു പറയുന്നത്. ചർച്ചയ്ക്കിടെ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും ആഭ്യന്തരമന്ത്രിയെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നടത്താൻ അനുവദിക്കണമെന്നും അദ്ദേഹം പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തോട് എനിക്ക് ഒരേ കാര്യമേ പറയാനുള്ളൂ. ചർച്ചയും മറുപടിയും നടക്കുന്ന വേളയിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കരുത്. ആഭ്യന്തരമന്ത്രിയുടെയും സർക്കാരിന്റെയും മറുപടി അവർ കേൾക്കണം. ചർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ അത് സമഗ്രവും അതോടൊപ്പം തന്നെ വിശദവുമായി നടക്കേണ്ടതുണ്ട്. ജൂൺ 20-ന് CJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടി അമിതമായിരുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളെയും അവർ അപലപിക്കുന്നുണ്ട്. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ഉണ്ടായതെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ആഭ്യന്തരമന്ത്രി മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ജൂലൈ 20-ന് ആരംഭിച്ച വർഷകാല സമ്മേളനത്തിൽ തുടർച്ചയായ തടസ്സങ്ങൾ കാരണം നിയമനിർമ്മാണ നടപടികൾ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇരു സഭകളും പാസാക്കിയ പ്രധാനപ്പെട്ട ചുരുക്കം ചില നടപടികളിൽ ഒന്നാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ. 2026 പൊതുപരീക്ഷാ ഭേദഗതി ബില്ലാണ് അടുത്തിടെ ലോക്സഭയിൽ പാസാക്കിയത്. അമിത്ഷായെ ലക്ഷ്യമിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇരു സഭകളിലും ഉയരുന്നുണ്ട്. ഇത് നടപടികൾ ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നതിനും സഭകൾ ചേർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നതിനും കാരണമായി മാറുന്നുണ്ട്. കൂടാതെ പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിപക്ഷ എംപിമാർ ദിവസവും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. സഭയിൽ പ്രസ്താവന നടത്താൻ അമിത്ഷായോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തെഴുതിയിരുന്നു. ഡൽഹിയിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എതിരെ നടന്ന പോലീസ് അതിക്രമങ്ങളും പെലറ്റ് ഗണ്ണുകളുടെ പ്രയോഗവും സംബന്ധിച്ച് സമഗ്രമായ ഒരു പ്രസ്താവന നടത്താനും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ആഭ്യന്തരമന്ത്രി തയ്യാറാകണമെന്നാണ് വേണുഗോപാൽ പറയുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുന്ന യുവ പൗരന്മാർക്കെതിരെ നിയമപരിപാലന ഏജൻസികൾ സ്വീകരിച്ച കടുത്ത നടപടി അടിയന്തര പാർലമെന്ററി പരിശോധന ആവശ്യമുള്ള ഗൗരവകരമായ ദേശീയ വിഷയമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ നടപടിയുടെ അന്തിമ ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രിക്കാണെന്ന് ബിർളയ്ക്കുള്ള കത്തിൽ വേണുഗോപാൽ പറയുന്നു. മൺസൂൺ സമ്മേളനം അവസാനിക്കാൻ 4 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തുടരുന്ന തടസ്സങ്ങൾക്കിടയിൽ സ്ത്രീ സംവരണം, മണ്ഡല പുനർനിർണയം, ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന നിയമനിർമ്മാണ നടപടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. അതേസമയം ചർച്ചയ്ക്കായ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരാനിരിക്കുന്നതിനാൽ ഓഗസ്റ്റ് 10, 11, 12 തീയതികളിൽ ലോക്സഭയിലും രാജ്യസഭയിലെയും തങ്ങളുടെ എംപിമാർ സഭയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വിപ്പ് പുറപ്പെടുവിച്ചു. ഈ 3 ദിവസങ്ങളിലും തങ്ങളുടെ എംപിമാർ പാർലമെന്റിൽ ഹാജരാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.